പൃഥ്വിരാജ് സുകുമാരൻ്റെ ഖലീഫ വൈശാഖ് സംവിധാനം ചെയ്യുന്നു. തിരക്കഥ ജിനു വി എബ്രഹാം. ഫിലിമിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലൈറ്റ് വന്ന് എയർപോർട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. അവിടുന്ന് മുതൽ പിന്നെ നമ്മുടെ നായകനെ പറ്റി പൃഥ്വിരാജ് സുകുമാരൻ്റെ ആമിർ അലി എന്ന് പറയുന്ന ക്യാരക്ടറെ പറ്റിയുള്ള അദ്ദേഹം ഒരു വലിയൊരു ഗോൾഡ് സ്മഗ്ലറായ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിവരിക്കുകയാണ് കേട്ടോ. അതിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൽ രണ്ട് പ്രധാന ക്യാമിയോ വേഷങ്ങളുണ്ട്. ഈ ക്യാമിയോ വേഷത്തിൻ്റെ അവസാനത്തെ സമയത്ത് കൊച്ചുമാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടമൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എൻ്റെ മോനെ ആ ക്യാമിയോൻ തന്നെ വെറുത്തുപോയി. ആ ഒരു 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 നമ്മൾ ആ ഒരു ആക്ടറെ നമ്മൾ ഫിലിമിൽ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, അതുവരെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു ആക്ടർ പണ്ട് പുതിയ മുഖത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അഭിനയ ശൈലിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് എനിക്കൊരു തോന്നി കേട്ടോ. പണ്ട് ഈ പുതിയ മുഖം ഫിലിം കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കോറിഡോറിൽ നിന്ന് ഇങ്ങനെ നടന്ന് ചെരിഞ്ഞു വരുന്നൊരു ആക്ഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളൊക്കെ അതിലൊന്നും വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. എനിക്ക് തോന്നിയത് ഇതൊരു 2015-16 കാലഘട്ടത്തെ കഥ, അല്ലെങ്കിൽ കുറച്ച് പഴയൊരു കഥയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഫിലിം ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നേനെ എന്ന് തോന്നിയൊരു ദിവസവും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഫിലിമിലേക്ക് പോവാം. പാരമ്പര്യമായിട്ട് ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സാണ്. ഇങ്ങനെ എന്താ പറയുക, ഗോൾഡ് കൊണ്ടുവരിക, പൊട്ടിക്കുക, വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനായിരുന്നു ഇതിനോട് വലിയ കമ്പം. ഇങ്ങനെ ഗോൾഡ് കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുക, അയാളിങ്ങനെ സ്മഗ്ലറാവുക, അങ്ങനത്തെ ഒക്കെ. ഈ പൃഥ്വിരാജ് സുകുമാരൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച വ്യക്തിക്ക് ഇതുമായിട്ട് തീരെ താല്പര്യമില്ല. അദ്ദേഹം ജെനുവിനായ കുറേ ബിസിനസ്സൊക്കെ ചെയ്തു പോകുന്നു. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ജീവിത സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടിട്ട് പൃഥ്വിരാജ് സുകുമാരൻ ഇത്തരത്തിൽ എന്താ പറയുക ഇങ്ങനൊരു സ്മഗ്ലറായി തീരുന്നു. ഇതാണ് കഥേൻ്റെ ഉള്ളടക്കം. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ശത്രുക്കൾ, അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഫിലിമിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. ട്രെയിലർ കണ്ട ഏത് പൊട്ടനും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് തന്നെയാണ് തിയേറ്ററിലും കാണാനുള്ളത്. ഇതിൽ സ്വാഭാവികമായിട്ടും പറയുന്നതിൽ ആക്ട്രേഴ്സിന് ഇതിൽ വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. വെറുതെ ആടി ഇടിയും ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് ഫില്ല് ചെയ്ത് കയറ്റിയ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഭയങ്കര അഭിനയ മികവ് എന്നൊക്കെ പറയാൻ അങ്ങനെ ആരെങ്കിലും പറ്റുമെങ്കിൽ അതിൽ ഷമ്മി തിലകൻ ചെയ്തൊരു വില്ലൻ ക്യാരക്ടറുണ്ട്. മോനെ, തിലകനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചില പ്രകടനങ്ങൾ ഷമ്മി തിലകൻ്റെ ഫേസ് നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തിലകൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ മകനായതുകൊണ്ട് നമുക്കൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ആക്ടിങ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, കോമഡിയും അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരു വ്യക്തിയാണ് ഷമ്മി തിലകൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരനെ കാണുകയും ചില പഞ്ച് ഡയലോഗുകൾ എനിക്ക് വർക്കായത് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ പറയുമ്പോഴാണ് കേട്ടോ. ഇന്ദ്രൻ സേട്ടൻ ഒരു സംഭവം കേട്ടോ. ഏത് ഫിലിമിലും ഒരു ശ്രദ്ധാ കഥാപാത്രമാകാൻ പറ്റുന്നൊരു യുണീക്നെസ് നമ്മൾ ഇന്ദ്രൻ ചേട്ടനുണ്ട്. അങ്ങനെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ്റെ പഴയ നടത്തമുണ്ട്, അതുപോലെ തന്നെ പുച്ഛ മുഖഭാവമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഫിലിം ഉള്ളത്. പക്ഷേ ഫിലിമിൻ്റെ ചില ഇടങ്ങളൊക്കെ നമ്മളെ ചെറിയ രീതിയിൽ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു 2016-15 ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു ഓണച്ചിത്രമാകാൻ പറ്റിയ ഫിലിമായിരുന്നു. പക്ഷേ കാലഘട്ടം മാറി, കാര്യങ്ങൾ മാറി, ഇതൊക്കെ. പക്ഷേ അതിൽ പറയുന്നുണ്ട് 2016-15 നടക്കുന്ന സംഭവം ആയിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ബാക്ക് സ്റ്റോറീസ് പറയുമ്പോൾ പഴയ ഐഫോൺ, എനിക്ക് തോന്നുന്നത് 8 അങ്ങനെ ഒരു സാഹചര്യത്തിൽ 12 ആ ഒരു രീതിയിലൊക്കെയുള്ള ഫോൺസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു ഇച്ചിരി പഴയ കാലഘട്ടം നമ്മളെ മനസ്സിലാക്കാനായിരിക്കും ഇതുണ്ടാവുക. പക്ഷേ കഥ തുടങ്ങുന്നത് ഈ 2026 ആണെന്ന് കഥ പറഞ്ഞ് തുടങ്ങുന്നത് അവിടെയാണ്. കാരണം അവർ ഉപയോഗിക്കുന്ന എന്താ പറയുക ഫോൺസും കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ ഈ ആമിർ അലി സ്വന്തമായിട്ട് ഗോൾഡൊക്കെ ഇറക്കുന്നു. അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകുന്നു, അവരുമായിട്ടുള്ള ഫൈറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നതാണ് ഫിലിമിൻ്റെ ഉള്ളടക്കം. പിന്നെ ലാലേട്ടൻ പണ്ട് പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, പക്ഷേ സ്മഗ്ലിങ്, ഈ ഗോൾഡൊക്കെ നല്ലതാണല്ലോ, അങ്ങനെയാണല്ലോ പണ്ടേ ലാലേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇവർ ഗോൾഡ് കടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട്
എന്താ പറയുക, അത് ഈ ആമിർ അലി ഇങ്ങനെ ഒരു സ്മഗ്ലിങ്ങിലേക്ക് എത്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ ചില ബുദ്ധിമുട്ട്, അത് ഫിലിം കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം അദ്ദേഹം ഒരു സ്മഗ്ലർ ആവുന്നു, പിന്നീട് അത് തുടരുന്നു, ശത്രുക്കളുണ്ടാവുന്നു, സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഫിലിമിന് ചർച്ച ചെയ്യുന്നത്. കുറേ സ്ഥലങ്ങളിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മാർക്കോ കണ്ട് തിയേറ്ററിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ശേഷം, മാർക്കോ കണ്ടതിന് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏത് ഫൈറ്റ് കാണുമ്പോഴും മാർക്കോൻ്റെ അത്ര എത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഫീലാണ് പൊതുവെ എനിക്കുണ്ടാകുന്നത്. പൃഥ്വിരാജ് സുകുമാരനെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതിനേക്കാൾ നന്നായിട്ട് പ്രായമുള്ള ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു ഫൈറ്റ് സീക്വൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ തലശ്ശേരിയുടെ ഭംഗിയുള്ള ചില ഇടങ്ങളൊക്കെ ഫിലിമിൽ കാണാനും, എൻ്റെ നാട് തലശ്ശേരി ആയതുകൊണ്ട് തന്നെ എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഫിലിമിൻ്റെ ഒരു ഉള്ളടക്ക കൺസെപ്റ്റ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മഗ്ലർ, അങ്ങനെയല്ല, ജീവിത സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം സ്മഗ്ലർ ആകേണ്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം പാരമ്പര്യമായിട്ടും സ്മഗ്ലർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ഒരു സ്മഗ്ലർ ആയിരുന്നു, അതുകൊണ്ട് ഇദ്ദേഹവും ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത്തരത്തിലേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബവും ട്രെയിലർ കണ്ട പോലെ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ, ആ ശത്രുക്കളെ എന്താ പറയുക, ഒരു ഗാങ്സ്റ്ററായിട്ട് എതിരാളികളായി ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക, അങ്ങനത്തെയുള്ളൊരു മലയാളത്തിൽ സാധാരണയായിട്ട് കണ്ട ആവർത്തന വിരസതയുള്ള ഒരു ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ഇതിൽ 2 ക്യാമിയോകളെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ പണ്ടൊക്കെ വളരെ നല്ല ഫിലിമുകളുടെ അവസാനം ക്യാമിയോകളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഈ ഫിലിമിൽ ഈ 2 ക്യാമിയോകളെ കണ്ടപ്പോഴും എനിക്ക് കിട്ടിയില്ല. ഒരു സാധാരണ ഫിലിം, ഓണത്തിന് റിലീസ് ചെയ്യുന്ന പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു സാധാരണ ഫിലിമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഒരു ആക്ഷനും അതുപോലെ തന്നെ 2 ക്യാമിയോ റോളിൽ വരുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ 2 നല്ല വ്യക്തികളെയും കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ചിത്രം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ട്രസിന് പ്രധാനമായിട്ട് കഥാപാത്രങ്ങളില്ല, സാധാരണ അവിടെ ഇവിടെയും കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം. ഇതിലെടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ മാത്രമാണ്. മലയാളത്തിൻ്റെ മുത്തുമണി ഇന്ദ്രൻ സേട്ടനെയും അതുപോലെ തന്നെ ഷമ്മി തിലകനെയും, ഇവർ 2 ആക്ടിങ്ങും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കഥ ഇത്ര മാത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണുക. എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങളായിരിക്കില്ല നിങ്ങൾക്ക്. തിയേറ്ററിൽ മേ ബി നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന നല്ലൊരു ചിത്രമായിരിക്കാം ഈ ഖലീഫ. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിതിൽ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരള രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ നടന്ന ചില ഗോൾഡ് സ്മഗ്ലിംഗ് റിലേറ്റഡ് ആയ ഒരു കഥാപാത്രത്തെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഫിലിം കാണുമ്പോൾ എനിക്ക് തോന്നി. പക്ഷേ ഫിലിം തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു സാങ്കല്പികമാണ്, ഇത് ആരെയും തന്നെ വിരൽ ചൂണ്ടുന്നതല്ല. പക്ഷേ ചില സന്ദർഭങ്ങൾ, ഒരു സീനിൽ നമ്മൾ പണ്ട് ന്യൂസ്പേപ്പറും ന്യൂസൊക്കെ കണ്ട വ്യക്തികളാണെങ്കിൽ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ എനിക്കങ്ങനെ തോന്നി. ചിലപ്പോൾ എൻ്റെ ചിന്താഗതിയായിരിക്കും. പണ്ട് ന്യൂസിലൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ട ഒരു മുഖം പോലെ അല്ലെങ്കിൽ അത്തരത്തെ ഒരു വിഷയത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം ഇതിലുണ്ട്. മേ ബി എനിക്ക് മാത്രം തോന്നിയായിരിക്കാം. നിങ്ങൾക്കും ഫിലിം കണ്ട് അത്തരത്തിൽ ഈ ഫിലിമിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു വിഷയമാണ് അവർ ചർച്ച ചെയ്യുന്നതൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറയുന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് സിനിമ ആസ്വാദനം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടേതായ കാഴ്ചപ്പാട് ഫിലിം കാണുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. ഇതിൽ സാങ്കല്പികമായിട്ട് പറഞ്ഞ കഥാപാത്രത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തോന്നിയത് ന്യൂസ് പേപ്പറും ടി വിയും കണ്ട ചില ആൾക്കാർക്ക് തോന്നാം. അത് പക്ഷേ വെറും സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒന്നും കൂടി പറയുന്നു, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് മൂവിയെയോ അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാനൊരു മാനദണ്ഡമായിട്ടോ ഒന്നും ഇതിനെ കാണരുത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെ തുറന്നു പറയുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ഫിലിമായിട്ട് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്താ പറയുക, പഴയ മറന്നുപോയൊരു ന്യൂസ് റിലേറ്റഡ് ആയ ഒരു കൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞത്. നിങ്ങളും ഫിലിം കാണുമ്പോൾ ആ ഒരു കാര്യം നോട്ടീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ചിലപ്പോൾ അതെന്നെ തോന്നിച്ചാൽ മാത്രമായിരിക്കാം. നിങ്ങൾക്കും അത്തരത്തിൽ തോന്നുകയാണെങ്കിൽ പറയാം. അപ്പോൾ വീണ്ടും ഒരു പുതിയ ഫിലിം വിശേഷമായിട്ട് കാണാം നമുക്ക് അടുത്ത ദിവസം. ബൈ.